ലോകത്തിലുള്ള സമ്പർക്കത്തിൽ നിന്ന് ഒതുക്കി നിർത്തി ആ ഉള്ളിൽ നിന്ന് ആത്മചേതന കുറച്ച് നുകരാൻ വേണ്ടിയിട്ടാണ് ഈ മാതിരിയുള്ള ഭക്തി അഭ്യാസങ്ങളോ എല്ലാം. തസ്മാത് സംപൂജയേത് കർമ്മ സ്വഭാവസ്ഥ സ്വകർമ്മകൃത് അഞ്ജസായേന വർത്തേത തദേവാസ്യ ഹി ദൈവതം. തസ്മാത് അതിനാൽ ഈ പറഞ്ഞ കാരണത്താൽ സംപൂജയേത് കർമ്മ നമ്മൾ വളരെ വ്യഗ്രതയോടുകൂടി കർത്തവ്യബോധത്തോടുകൂടി വളരെ നിഷ്ഠയോടുകൂടി നാം ചെയ്യുന്ന കർമ്മമുണ്ടല്ലോ, ആ കർമ്മത്തെ തന്നെയാണ് പൂജിക്കേണ്ടത്. സ്വഭാവസ്ഥ സ്വകർമ്മകൃത്. എങ്ങനെയാ പൂജ നടത്തേണ്ടത്? അവനവൻ്റെ കർമ്മങ്ങൾ എന്തോ അതിൽ നിരതനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ സ്വഭാവം എന്തോ ആ സ്വഭാവം അനുസരിച്ച്. അഞ്ജസായേന വർത്തേത തദേവാസ്യ ഹി ദൈവതം. അങ്ങനെ കൃത്യനിഷ്ഠയോടുകൂടി നാം ചെയ്യുന്ന കർമ്മം, ആ കർമ്മവ്യഗ്രതയുണ്ടല്ലോ, അത് തന്നെയാണ് വാസ്തവത്തിൽ ദൈവം. അതല്ലാതെ ഒരു ദൈവമില്ല. ആജീവ്യൈകതരം ഭാവം യസ്ത്വന്യം ഉപജീവതി ന തസ്മാത് വിന്ദതേ ക്ഷേമം ജാരം നാര്യസതീയഥാ. നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടോ ഈ കുട്ടി സംസാരിക്കുന്നത്? നിങ്ങൾക്ക് കണ്ണിലുണ്ണിയാണ് കൃഷ്ണൻ. ആ കണ്ണിലുണ്ണിയായ കൃഷ്ണൻ അച്ഛനോട് സംസാരിക്കുകയാണത്. ഇത് അവതരിപ്പിക്കുന്നത് ആരാ? വ്യാസദേവൻ. ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് എല്ലാവർക്കും വേണ്ടി, എല്ലാ കാലത്തുമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ തത്വവിചാരം, ഈ തത്വവിവേചനം നടത്തുന്നത്. ആജീവ്യ ഏകതരം ഭാവം യസ്ത്വന്യം ഉപജീവതി. നമ്മളിവിടെ ആശ്രയിക്കുന്നത് എന്താ? നമ്മുടെ കർമ്മത്തെ. നമുക്ക് കർമ്മം ചെയ്യാനായിട്ട് ഇവിടെ എന്തൊക്കെയുണ്ട്? നമ്മൾ വസിക്കുന്ന സ്ഥലം, ഈ ഗോവർദ്ധന പർവ്വതം, യമുന, പോക്ക് വരവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിക്കുന്ന സമയത്ത് യസ്തു അന്യമുപജീവതി, ഈ കാര്യങ്ങളെയൊക്കെ വിട്ട് നമ്മളോട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിനോട് കൂറു പുലർത്തുന്ന സമയത്ത് ന തസ്മാത് വിന്ദതേ ക്ഷേമം, ആ ആൾക്ക് ക്ഷേമം ഉണ്ടാവില്ല. ഏതുപോലെ? ജാരം നാര്യ സതീയഥ. ഒരു സ്ത്രീ, വിവാഹം കഴിഞ്ഞ സ്ത്രീയാ, ഭർത്താവിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്, ഭർത്താവാണ് പരിരക്ഷിക്കുന്നത്, എല്ലാം നോക്കി നടത്തുന്നു ഭർത്താവ്. മനസ്സിലോ ഒരു ജാരപുരുഷനോടാണ് വാത്സല്യം, സ്നേഹം. അതുപോലെയുള്ള ഭവിഷ്യത്താവും. നമ്മളിത് വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. സ്വല്പമെങ്കിലും ഇതിൽ വ്യതിയാനം വരുത്തരുതെന്നാണ് പറയണത്. ആജീവ്യൈകതരം ഭാവം യസ്തു അന്യമുപജീവതി ന തസ്മാത് വിന്ദതേ ക്ഷേമം. അങ്ങനെ ഒരു വ്യതിചലനം നമ്മുടെ കൂറിലോ നമ്മുടെ കടപ്പാടിലോ നമ്മുടെ മനസ്സിൻ്റെ വ്യഗ്രതയിലോ വന്നുപോയി എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അസതിയായിരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് വരുന്നതെന്തോ ആ നാശമായിരിക്കും. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു, ഇത് ഉപായപ്പെട്ടതല്ല. സത്വം രജസ്തമയിതി സ്ഥിത്യുത്പത്തി അന്തഹേതവ രജസോത്പദ്യതേ വിശ്വം അന്യോന്യം വിവിധം ജഗത്. സത്വം രജസ്തമയിതി, ഇവിടെ എല്ലാം കൂടി ഞാൻ മനസ്സിലാക്കിയിടത്തോളം സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങൾ നമ്മുടെ ആരുടെയുമല്ല, പ്രകൃതിയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്, പ്രകൃതി ഘടകങ്ങളാണവ. ഈ 3 ഗുണങ്ങളും കൂടിച്ചേർന്നതാണ് നമ്മുടെ പ്രകൃതി. ആ 3 ഗുണങ്ങളിൽ നിന്ന് നിർഗളിക്കുന്നതായ പ്രേരണകളും നിർബന്ധങ്ങളും പേഴ്സുവേഷൻസുമാണ് നമുക്കുള്ളത്. സത്വം എന്ന് പറയുന്നതാണ് അറിവും ഉത്സാഹവും ഒക്കെ തരുന്നത്. രജസ് പ്രവർത്തിപ്പിക്കുന്നു, പ്രവൃത്തി ഘടകങ്ങളായിരിക്കുന്നു. തമസ് വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു, അജ്ഞാനം. ഇതൊക്കെയാണ്. ആ 3 ഗുണങ്ങൾ കൊണ്ടാണ് പ്രകൃതി മുഴുവനും തന്നെ. ആ പ്രകൃതി എന്ന് പറയുന്നത് ഒരു സംഘാതമാണ്. അതിൽ രജസോത്പദ്യതേ വിശ്വം അന്യോന്യം വിവിധം ജഗത്. അത് രജോ ഗുണത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ ലോകം, സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ ഉണ്ടായിരിക്കുന്നത്, വേറെ ഒന്നുകൊണ്ടുമല്ല. രജസാ ചോദിതാ മേഘ വർഷന്തി അംബൂനി സർവതഃ. രജോ ഗുണത്താൽ പ്രേരിപ്പിക്കപ്പെട്ടാണ് ഈ മേഘങ്ങൾ തടിച്ചുകൂടുന്നതും വർഷിക്കുന്നതും. കൂട്ടരെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ പറയുന്നത്? കുറച്ചൊന്ന് ആലോചിക്കണപ്പാ. നിങ്ങൾ വിചാരിക്കും ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വര 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 ഇത് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗവതത്തിൽ 18,000 ശ്ലോകവും 1,00,000-ലേറെ പദങ്ങളുമായി ഇത്രയധികം ആശയങ്ങൾ ആവിഷ്കരിച്ച് വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഭക്തി എന്ന 2 അക്ഷരം ഉപയോഗിച്ചാൽ പോരെ? ഭക്തി 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 എന്ന് എഴുതിയാൽ മതിയല്ലോ, പോരല്ലോ. കാര്യം മനസ്സിലാക്കണം. രജസാ ചോദിതാ മേഘ. എവിടുന്ന ഈ മേഘങ്ങൾ ഉണ്ടാവണേ? നിങ്ങൾ ആലോചിക്കും. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ ഭ്രമണം ചെയ്യുന്നു, 24 മണിക്കൂർ. സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു, അതിനാണ് 365 ദിവസം എടുക്കുന്നത്. ആ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നത് കൊണ്ട് വരുന്നതല്ലേ ഇവിടെയുള്ള ഋതുഭേദങ്ങൾ? കാലവർഷം എന്ന് നമ്മൾ പറയുന്നു. എവിടെയാണ് ഈ കാലവും എവിടെയാണ് ഈ വർഷവും? നമ്മുടെ മീറ്റിയറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ദൂരത്ത് നോക്കിയിട്ട് പറയുന്നു, മേഘം
ഇത്ര കിലോമീറ്റർ അകലെയാണ്. അവ കേരളക്കരയ്ക്ക് എത്തുമ്പോഴേക്കും ഇത്ര ദിവസം കഴിയും. അതുകൊണ്ട് കാലവർഷം ഇന്ന തവണ തുടങ്ങും എന്ന് പറയുന്നു. ഇങ്ങനെ ഈ മേഘങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നതും മെഡിറ്ററേനിയൻ റീജിയനിൽ നിന്നിങ്ങനെ മഴ മേഘങ്ങൾ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ നടക്കുന്നത് ഭ്രമണം കൊണ്ടാണ്. ആരുടെ? ഭൂമിയുടെ ഭ്രമണം, സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നത് കൊണ്ടാണ്. അപ്പം കാലവർഷത്തിൻ്റെ മേഘങ്ങൾ, ഇവിടെ പെയ്യുന്ന മേഘങ്ങൾ ഇവിടുന്ന് ഉണ്ടായതാവില്ല, വളരെ ദൂരെ നിന്നാണ്. അപ്പം ഇത് മുഴുവനും കാരണം എന്താ? രജസാ ഉത്പദ്യതേ രജസാ ചോദിത മേഘ. രജോ ഗുണം എന്ന് പറയുന്നതാണ് പ്രവർത്തിപ്പിക്കുന്നത്. അത് അണുവിനെ പ്രവർത്തിപ്പിക്കും, ജീവജാലങ്ങളെ പ്രവർത്തിപ്പിക്കും, ഭൂമിയെയും ഭ്രമിപ്പിക്കും, സൂര്യനെയും പ്രകാശിപ്പിക്കും. ആ രജോ ഗുണം പ്രകൃതിയുടെയാണ്. അതിൻ്റെ പ്രഭാവത്താൽ പ്രേരിതനായി ചോദിതനായിട്ടാണ് മേഘങ്ങൾ വർഷന്തി അമ്പൂനി സർവദാ. നമുക്ക് മാത്രമല്ല അച്ഛൻ മഴ, നമ്മുടെ ഭാരതഭൂമിയിൽ എല്ലായിടത്തിലും മഴ പെയ്യും, ഏഷ്യയിലും മഴ പെയ്യും, മറ്റു രാജ്യങ്ങളിലും മഴ പെയ്യും. ഭൂമി എന്ന് പറയുന്നത് വൃന്ദാവനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് വളരെ ദൂരമാണ്, വളരെ വിസ്തൃതമാണ്. ആ വിസ്തൃതപ്പെട്ട മേഖലയിൽ മുഴുവൻ മഴ പെയ്യിക്കുന്നുണ്ടല്ലോ, ഇവിടെ മാത്രമല്ലല്ലോ. അവരെല്ലാവരും നമ്മെ പോലെ യാഗം നടത്തുന്നവരാണോ? അവരുടെ മതങ്ങളും വിശ്വാസങ്ങളും വ്യത്യാസപ്പെട്ടതാവില്ലേ? അവർക്ക് മഴ കിട്ടണ്ടേ? അപ്പം ഈ മഴയുടെ പിന്നിൽ കിടന്ന് കളിക്കുന്ന ഘടകങ്ങൾ എന്താ? രജോ ഗുണമാണ്. പ്രകൃതിയുടെ തന്നെ ഒരു ഘടകമാണ് ഈ രജോ ഗുണം. വർഷന്ത്യംഭൂനി സർവതഃ പ്രജാസ്തൈരേവ സിദ്ധ്യന്തി മഹേന്ദ്രക്കിം കരിഷ്യതി. ആ മഴയാണ് എല്ലാവർക്കും ഒരു അനുകൂലമായി, ഒരാവശ്യമായി പരിണമിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം. ഭക്ഷണം എവിടുന്നാ ഉണ്ടാവുക? സസ്യശ്യാമളതയിൽ നിന്നേ ഉണ്ടാവുള്ളൂ. സസ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിലോ മഴ പെയ്യണം, ഭൂമി കുതരണം. അപ്പം ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ പുലരണമെങ്കിൽ ഇവിടെ മഴയില്ലാതെ പറ്റില്ല. നമ്മുടെ മനുഷ്യരെല്ലാം ഇല്ലാതെയായി എന്നിരിക്കുക. ബാക്കിയുള്ള ജീവജാലങ്ങൾ പിന്നെയും തുടരില്ലേ? അവർക്ക് ഭക്ഷണമോ മഴ പെയ്താലേ കിട്ടുള്ളൂ. അവർ നമ്മളെ പോലെ മുഴുമോ, പശുക്കളെ വളർത്തുമോ, പാല് കറന്നെടുക്കുമോ, തൈരും വെണ്ണയും നെയ്യൊക്കെ ഉണ്ടാക്കുമോ? ഉണ്ടാക്കില്ല. അപ്പോഴും ഈ ഭൂമിയും ഈ ജീവജാലങ്ങളും ഉണ്ടാവുമോ? ഉണ്ടാവും. അതിനാരാ കാരണം? ആ സമയത്ത് അവർ യാഗം കഴിക്കുമോ? കഴിക്കില്ലല്ലോ, മനുഷ്യരല്ലേ കഴിക്കുന്നുള്ളൂ. രജസാ ചോദിതാ മേഘ വർഷന്ത്യംഭൂനി സർവതഃ പ്രജാസ്തൈരേവ സിദ്ധ്യന്തി മഹേന്ദ്രക്കിം കരിഷ്യതി. ഒരു ഇന്ദ്രൻ, ഒരു മഹേന്ദ്രൻ, അദ്ദേഹം എന്ത് ചെയ്യാനാ അവിടെ? നമ്മൾ ഉഴുതില്ല, വെടുപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്തിട്ടെന്താ കാര്യം? അപ്പോൾ ഒരു ഇന്ദ്രനെ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാനുണ്ടാവും? നമ്മുടെ നില എന്താ? നഃപുരോ ജനപദ ന ഗ്രാമ ന ഗൃഹാവയം നിത്യം വനൗകസസ്താത വനശൈല നിവാസിന. നമ്മൾ ആരാ? ഇംഗ്ലീഷിൽ പറയും നൊമാഡ്സ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടരാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ള വീടില്ല, നമുക്ക് സ്വന്തമായ ദേശങ്ങളില്ല, ഗ്രാമങ്ങളും ഇല്ല, വീടും ഇല്ല. ഒക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നവരാ. നമ്മളൊക്കെ വനവാസികളാണ്. നിത്യം വനൗകസസ്താത വനശൈല നിവാസിന. കാട്ടിലും പർവ്വതങ്ങളിലുമായി ജീവിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾക്ക് പറയണത് മനസ്സിലാവുന്നുണ്ടോ കൂട്ടരെ? കൃഷ്ണൻ പറയാണ് നമ്മൾ വനവാസികളാണ്. എന്ത്? വനവാസികൾ. പട്ടണവാസികളല്ല, വേറെ ദേശവാസികളല്ല, ജനപദവാസികളല്ല, വനവാസികൾ. വനവാസികളായതുകൊണ്ട് നമ്മുടെ മിത്രം, ആത്മമിത്രം, ആപ്തമിത്രം ആരാ? വനം തന്നെയാണ്, വനവിഭവങ്ങളാണ്. ആ വനം നമ്മൾ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ ജനിക്കുന്നതിന് മുൻപേ മഴ പെയ്തിട്ടുണ്ട്. ആ മഴയിൽ പൊട്ടിമുളച്ച വനങ്ങളാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ യാഗം ഇന്ദ്രന് കൊടുത്താലാണ് ഈ വനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ? മകൻ അച്ഛനോട് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള വനൗകസന്മാരാണ് നമ്മൾ. വനവും ശൈലവുമാണ് നമുക്ക് താമസിക്കാനുള്ള സ്ഥലം. അപ്പം നമ്മുടെ കടപ്പാട് ഈ വനത്തിനോട്, ഈ പർവ്വതത്തോട്, ഈ പുഴയോട്, ഈ ഗോവർദ്ധനത്തോട്, ഈ ലോകത്തോട്, ഒരു ഇന്ദ്രൻ്റെ അടുത്തല്ല. തസ്മാത് ഗവാം ബ്രാഹ്മണാനാം അദ്രേശ്ചാരഭ്യതാം മഖഃ. അതുകൊണ്ട് ഞാൻ യാഗം ചെയ്യണ്ടെന്ന് പറയുന്നില്ല. ആ യാഗം എന്തിനു വേണ്ടി ചെയ്യണം? ഗവാം ബ്രാഹ്മണാനാം അദ്രേശ്ച ആരഭ്യതാം മഖഃ. അത് പശുക്കൾക്ക് വേണ്ടി ചെയ്യൂ. പശുയാഗമാവട്ടെ, അത് ഇന്ദ്രയാഗമല്ല. ബ്രാഹ്മണാനാം, അവരാണല്ലോ നമുക്ക് സത്കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ശാസ്ത്രങ്ങളൊക്കെ അറിയിപ്പിക്കുന്നത്. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അദ്രേശ്ച, ഈ പർവ്വതത്തിനു വേണ്ടിയും നടക്കട്ടെ യാഗം. ഈ അപ്രത്യക്ഷനായിരിക്കുന്ന ഒരു ഇന്ദ്രനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടത്തണ്ട. മഖഃ യ ഇന്ദ്രയാഗ സംഭാരാഹ തൈരയം സാധ്യതാം മഖഃ. ഈ ഇന്ദ്രന് വേണ്ടി ഒരുക്കു കൂട്ടിയിട്ടുള്ള ഈ ദ്രവ്യങ്ങൾ കൊണ്ട് തന്നെ നാം ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണ, പശു,
പർവ്വത യാഗം നടത്തി കളയാം. ഏതൻ മമ മതം താത ക്രിയതാം യതി രോചതേ. കൃഷ്ണൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം പറയാ ഏതൻ മമ മതം താത, ഇതാണ് അഭിപ്രായം എൻ്റെ. മതം എന്നുള്ള വാക്കിന് റിലിജൻ എന്നല്ല അർത്ഥം നമ്മുടെ ഭാഷയിൽ. അഭിപ്രായം എന്നാണ്. മനനം ചെയ്ത് തൊടുത്തുവിടുന്നതായ ഒരു പ്രത്യയശാസ്ത്രമോ പ്രത്യയമോ. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. അച്ഛാ ക്രിയതാം യതി രോചതേ, അങ്ങക്കിത് ഇഷ്ടപ്പെടുന്നു, രുചിച്ചു എന്നുണ്ടെങ്കിൽ എൻ്റെ യുക്തിവിചാരം സ്വീകരിക്കൂ. അയം ഗോ ബ്രാഹ്മണാദ്രീണാം മഹ്യം ച ദയിതോ മഖ. ഞാൻ ചിരിച്ചുപോയി. അയം ച ഗോ ബ്രാഹ്മണാദ്രീ അയം ച ഗോ ബ്രാഹ്മണാദ്രീണാം. ഈ യാഗം ആർക്കൊക്കെ വേണ്ടി നടത്തണം? ഗോ പശുക്കള്, ബ്രാഹ്മണാദ്രീണാം ബ്രാഹ്മണർക്ക്, അദ്രീണാം പർവ്വതത്തിന്, മഹ്യം ച എനിക്ക് വേണ്ടിയും. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? ആ കുട്ടി പറയാ, കുട്ടി അച്ഛനോട് പറയാ, പശുക്കളും ബ്രാഹ്മണരും പർവ്വതവും അതിൻ്റെ കൂട്ടത്തിൽ ഞാനും, എനിക്കും വേണ്ടിയിട്ടായിക്കോട്ടെ ഈ യാഗം. ദയിതോ മഖ. ഏറ്റവും ഇഷ്ടപ്പെട്ട യാഗം കൊടുക്കേണ്ടത് ഇഷ്ടപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇന്ദ്രനെ കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ ഇന്ദ്രന് യാഗം നടത്തുന്നത്? മഴയാണല്ലോ നമുക്ക് കിട്ടുന്നത്, ഭൂമിയിലാണല്ലോ വിളയിക്കുന്നത്, പർവ്വതമാണല്ലോ നമുക്ക് വാസസ്ഥാനം, സസ്യലതാദികളല്ലേ നമുക്ക് ഭക്ഷണം. അപ്പം അവർക്ക് വേണ്ടി യാഗം നടത്തുകയാണ്. എത്ര പ്രത്യക്ഷവാദമാണിത് കൃഷ്ണൻ്റെ എന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ആലോചിക്കുക, ഇന്ദ്രന് കൊടുക്കാനുള്ളത് ഇങ്ങനെ തത്വവിചാരവും യുക്തിവിചാരവും ചെയ്ത് മുടക്കിയിട്ടുള്ള കൃഷ്ണൻ ഇന്ദ്രോഹം സർവദേവാനാം എന്ന് എന്തുകൊണ്ട് പറയണു എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളെല്ലാവരും ആലോചിക്കണം ഇത്. ഭൂമാനന്ദ സ്വാമിജി ഇത് എന്താ ഇങ്ങനെ പറയാൻ എന്ന് ആലോചിച്ചോളൂ, വിരോധമില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ശാസ്ത്രം വളരെ വിശേഷപ്പെട്ടതാണ്. അതിലുള്ള ഓരോ സിലബിളും പരിഗണന അർഹിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് കൃഷ്ണൻ ഇന്ദ്രോഹം എന്ന് പറഞ്ഞ് ആ ഇന്ദ്രൻ്റെ സ്ഥാനത്തിനെ മതിപ്പോടുകൂടി പറയുമ്പോൾ ആ കൃഷ്ണൻ തന്നെ കുട്ടിക്കാലത്ത് ഇന്ദ്രന് കൊടുക്കുന്ന യാഗത്തെ മുടക്കി അത് കൊടുക്കണ്ട, ആരാണ് ഈ ഇന്ദ്രൻ എന്ന് ചോദിക്കേണ്ടായി. ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് പൊരുത്തപ്പെടുത്തിയെടുക്കും. എന്താണ് ഇതിൻ്റെ ബന്ധം എന്ന് ഓരോരുത്തരും തല പുകഞ്ഞ് ആലോചിക്കൂ. ആർക്കും തുറന്ന കണ്ണാടിയാണ് നമ്മുടെ ശാസ്ത്രം. ആർക്കും എന്തു വേണമെങ്കിലും ആലോചിക്കാം. സ്വല്പമെങ്കിലും പേടിക്കരുത്. നാം ഭഗവാനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന് വേണ്ടിയിട്ടല്ല, ആരാധകനായിരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആരാധിക്കുന്നത്. ആരാധകന്മാരായ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആരാധന. ഇവിടെ യാഗം നടത്തുന്നുണ്ടെങ്കിൽ ആ യാഗത്തിൻ്റെ ഉദ്ദേശം യാഗം ചെയ്യുന്നവർക്കാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കൊണ്ടുള്ള പോഷണം നിങ്ങൾക്കാണ്, ഭക്ഷണത്തിനല്ല. അതുപോലെ നല്ല പോലെ മനസ്സിലാക്കണം. ഈശ്വരനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ, ആരാധിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഈശ്വരൻ്റെ പേരിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പൊട്ടുപോലും അതിൽ നിന്ന് ഈശ്വരൻ സ്വീകരിക്കുന്നില്ല. ആ കൊടുക്കുന്ന മഹിമ ദാതാവിന് തന്നെയാണ്. ഞങ്ങളിവിടെ ഒരു അന്നവസ്ത്രദാന സത്രം കൊല്ലങ്ങളായി നടത്തി വരുന്നു. 26ാമത്തെ കൊല്ലമാണ്. ഓഗസ്റ്റ് മാസം അവസാനം വരെ ഇത് തുടരുന്നതാണ്. പലരും ഇതറിഞ്ഞ് ഞങ്ങളും ഇതിൽ പങ്കാളികളാവണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഓരോ ഉപഹാരങ്ങളും സമർപ്പണങ്ങളുമായി അയച്ചു തരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവർക്ക് മറുപടി അയക്കുമ്പോൾ എഴുതാറുണ്ട്, എന്ത് ഇവിടെ നടക്കുന്നതായ ഈ അന്നവസ്ത്രദാനം എന്ന് പറയുന്ന ആ സത്രമുണ്ടല്ലോ, എപ്പോഴാണ് സത്രാവുക? പലരും കൂടി പലരുടെ പങ്കാളിത്തത്തോടു കൂടി ജനസമാജത്തിന് ഒട്ടാകെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞകർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങളാണ് സത്രം. അപ്പോൾ ആ സത്രത്തിൽ ഒന്ന് മനസ്സിലാക്കണം. ഈ കൊടുക്കുന്ന വസ്തുക്കൾ എന്താ? 3 കിലോ അരി, ഇത്തവണ ഒരു സാരി അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ്, കുറച്ച് പായസവുമായിട്ടാണ് വിതരണം നടക്കുന്നത്. ആ ബാഹ്യദ്രവ്യങ്ങൾ സ്വീകർത്താക്കൾക്ക് പോകുമ്പോൾ ഈ അതിമഹത്തായിരിക്കുന്ന ഒരു പുണ്യകർമ്മം, എന്താ ഇതിൽ പുണ്യത്വം? നമ്മളെപ്പോലെ ബാക്കിയുള്ളവരുമുണ്ട്. ഒരു പക്ഷേ നമ്മളോളം അനുഗ്രഹീതരല്ല അവർ. കുറച്ച് റിസോഴ്സസ്, വിഭവങ്ങൾ കുറഞ്ഞവരാ. അവരെക്കുറിച്ച് ആലോചിച്ച് ഞങ്ങളുടെ ഇതാ 1000, 5000, 10000, 2000, 500 ഉറുപ്പിക എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ ഉപഹാരം തരുന്നുണ്ടല്ലോ. ഈ സമർപ്പണങ്ങളൊക്കെ തരുന്ന ഈ സത്രം സുഗമമാക്കുന്നത് ആരാ? ഇത് സ്വീകർത്താക്കളല്ല, ദാതാക്കളാണ്. അവർ മേടിച്ചുകൊണ്ട് പോവുക. അപ്പം ഇതിൻ്റെ ബാഹ്യദ്രവ്യങ്ങൾ മേടിച്ചു കൊണ്ടുപോകുന്നവർക്കാണ് പ്രത്യക്ഷമായിട്ടൊരു ഫലം എന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുണ്യഫലം മുഴുവനും ഇത് സുഗമമാക്കുന്ന, ഇതിലേക്ക് സമർപ്പണോപഹാരങ്ങൾ നൽകുന്ന
ദാതാക്കൾക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആരാരെല്ലാം ഇത് വേണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നുവോ ആ ചെയ്യിക്കുന്നവർക്കാണ് ഇതിൻ്റെ പുണ്യഫലം ആകെ. ഇവിടെ നടക്കുന്നത് ദാനധർമ്മമാണ്, ദാനമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ദാതാക്കളാണ്. ആ ദാതാക്കൾക്കാണ് ഇത് കൊടുക്കണം എന്ന് തോന്നുന്നത്. ആ ദാനത്തിൻ്റെ പുണ്യഫലം അത് ചെയ്യുന്നവനാണ്. അത് സ്വീകരിക്കുന്നവർക്ക് ദ്രവ്യഫലമേ കിട്ടുന്നുള്ളൂ. അവർ അരി കൊണ്ടുപോയി വെച്ചു, ഊണ് കഴിച്ചു, സാരിയോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ ആണെങ്കിൽ ഉടുത്തു, അല്ലെങ്കിൽ പുതച്ചു. ആ ഫലമാണ് അവർക്ക് കിട്ടുന്നത്, ദേഹത്തിനുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടുന്നതോ മനസ്സിനും ബുദ്ധിക്കും നിങ്ങളുടെ ജീവനുമാണ് ഈ അനുഗ്രഹം കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് ഭഗവാന് ചെയ്യുന്ന ആരാധനയും. അപ്പം ഇവിടെ യാഗം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ആ യാഗം എന്ന് പറയുന്നത് സത്കർമ്മമാണ്, അത് കൃഷ്ണൻ മുടക്കുന്നില്ല. പക്ഷെ അത് ആരെ ഉദ്ദേശിച്ച് ചെയ്യുന്നുവോ അവിടെയാണ് തിരുത്തു വരുത്തുന്നത്. അതും ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ ഇന്ദ്രനാണ് ഞാൻ എന്ന് എന്തിനിവിടെ പറയുന്നു? അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കൂ. ഇന്ദ്രനെ വിട്ടാൻ പറ്റില്ല, നമുക്ക് പിന്നെയും പിടിക്കണം. ഈ ഭാഗവതത്തിൻ്റെ പിന്നാലെ പോകണം. 4-ാം സ്കന്ധത്തിൽ ഒരു പൃഥുചരിതമുണ്ട്. പൃഥുചക്രവർത്തി ആദ്യമായിട്ട് രാജ്യഭരണം ഇവിടെ വേണ്ടതുപോലെ സ്ഥാപിച്ചത്. പൃഥുചക്രവർത്തിയുടെ ആ ജീവിതം വായിച്ചാൽ മനസ്സിലാവും. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ പറ്റി നാം കേട്ടിട്ടുണ്ട്. വാൽമീകി വളരെ രമണീയമായി എഴുതിയതാണ് അതിന് കാരണം. ആ പൃഥുചക്രവർത്തിയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന അർച്ചിസ്, അത് വായിച്ചാൽ എനിക്ക് മനസ്സിലാവും ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഒക്കെ സ്വല്പം പിന്നാലെ നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വിശേഷപ്പെട്ട ഒരു അവതാരമൂർത്തിയായിരുന്നു പൃഥുചക്രവർത്തി. ആ പൃഥുചക്രവർത്തി ജനിക്കുന്നതിന് മുൻപ് തന്നെ ഓരോരുത്തരും വന്ന് അദ്ദേഹം വിഷ്ണു അംശത്തിൽ നിന്നാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞ് സ്തുതികളൊക്കെ തുടങ്ങി. അപ്പോൾ പൃഥുചക്രവർത്തി പറയുക, നിർത്തൂ വന്ദികളെ സ്തുതി. നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഈ കുമാരൻ വളരും, അദ്ദേഹം ശ്രേഷ്ഠനാവും, പല പുണ്യകർമ്മങ്ങളും ചെയ്യും, കീർത്തിമാനാവും, ഭൂലോകത്തിലും സ്വർഗത്തിലും കീർത്തിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്ദികളുടെ സ്തുതി. മിണ്ടാണ്ടിരിക്കും. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരാൻ പോവുക. വരാൻ പോകുന്ന കാര്യങ്ങളെ ചൊല്ലി ഇപ്പം തന്നെ നിങ്ങൾ സ്തുതിക്കുന്നതിൽ അർത്ഥമുണ്ടോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥ സംഭവങ്ങളാകട്ടെ, അതിനുശേഷം വേണമെങ്കിൽ സ്തുതിച്ചോളൂ, ഇപ്പം സ്തുതിക്കരുത് എന്ന് പറഞ്ഞ് നിർത്തി. അവർ കൂട്ടാക്കിയില്ല പാടി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് പൃഥുവിൻ്റെ മാഹാത്മ്യം. അദ്ദേഹത്തിന് 100 അശ്വമേധയാഗം നടത്തണമെന്ന് തോന്നി. പൃഥുചക്രവർത്തിയാണത്രേ ആദ്യമായി ഈ കുണ്ടും കുന്നുമൊക്കെ ലെവല് ചെയ്ത് ഭൂതലമുണ്ടാക്കി കൃഷിയോഗ്യവും വാസസ്ഥലയോഗ്യവും ഒക്കെ ആക്കി തീർത്തത് ഭൂമിയെ. അതുവരെ ഇതിൽ ആരും ഒന്നും ചെയ്തില്ല. അദ്ദേഹം തേരും കൊണ്ടുപോയി എല്ലാ സ്ഥലത്തും ചെന്ന് മേടുകളും കുണ്ടുകളും എല്ലാം നിരത്തി മനുഷ്യർക്കൊക്കെ താമസിപ്പിക്കാനുള്ള സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാളാണ്. ഭൂമി വേണ്ടതുപോലെയുള്ള വിഭവം തരാതെ വരൾച്ച ബാധിച്ച് എല്ലാവരും കഷ്ടപ്പെട്ടപ്പോൾ അമ്പും വില്ലുമായി ഭൂദേവിയെ എതിർക്കാൻ ചെന്നു. അപ്പോൾ ദേവി പേടിച്ചു വന്ന്, ഞാൻ വേനൻ്റെ ഭരണത്തിൽ കഷ്ടപ്പെട്ടപ്പോൾ ആ കഷ്ടപ്പാട് സഹിക്കുവയ്യാതെ പുറപ്പെടുവിച്ചതാണ് ഈ മനോവൃത്തി, ഞാൻ പിൻവലിച്ചു കളയാം, ശരിയാക്കി കളയാം എന്നൊക്കെ പറഞ്ഞു എന്ന്. ഇതൊക്കെയാണ് പൃഥുചക്രവർത്തി. ആ പൃഥുചക്രവർത്തി 100 അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. 99 നടന്നു. 99 നടന്നതിന് ശേഷം 100ാമത്തത് നടത്താൻ പുറപ്പെട്ടപ്പോൾ ഈ ഇന്ദ്രന് സഹിച്ചില്ല. ഇതാണ് നമ്മുടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ. മൂപ്പർക്ക് ആരെന്ത് നല്ല കർമ്മം ചെയ്താലും ഇരിക്കപ്പുറതിയില്ല. ഒരു ഭാഗത്ത് കുശുമ്പ്, മറുഭാഗത്തോ പേടിയ. ഈ 100ാമത്തെ അശ്വമേധയാഗം ചെയ്താൽ തൻ്റെ പദവി നഷ്ടപ്പെടും. ആ ഭയത്തിൽ വെപ്രാളം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, നല്ലതൊന്നും ചെയ്യില്ല. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? 100ാമത്തെ യാഗത്തിൽ യജ്ഞക്കുതിരയെ കെട്ടിയതിനെ കട്ടുകൊണ്ടുപോയി. ആര്? ഈ ഇന്ദ്രനാണ് കട്ടുകൊണ്ടുപോയത്. അത്രി മഹർഷി വേഷം മാറി വന്ന് കട്ടുകൊണ്ടുപോണ വഴി കണ്ടുപിടിച്ചു, പറഞ്ഞു കൊടുത്തു പൃഥുചക്രവർത്തിയുടെ മകനോട്. മകൻ അമ്പും വില്ലുമായി ചെന്ന് തടുത്തു നിർത്തി യജ്ഞക്കുതിരയെ തിരിച്ചു കൊണ്ടുവന്നു. 2ാമതും യാഗം തുടങ്ങിയപ്പോൾ എന്തുണ്ടായി? ഇന്ദ്രൻ ആദ്യം വന്ന് കുതിരയെ 2ാമതും കട്ടുകൊണ്ടുപോയി. 100ാമത്തെ യാഗം നടത്തി മുഴുവനായി എന്നുണ്ടെങ്കിൽ തൻ്റെ പദവി നഷ്ടപ്പെടുമോ എന്നൊരു പേടിയിലാണ്. അങ്ങനെ നഷ്ടപ്പെടാനൊന്നുമില്ല. പൃഥുചക്രവർത്തി ഇന്ദ്രനാവാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ലാതെ ചെയ്തത്. പക്ഷേ കാര്യങ്ങൾ അറിയാതെ ഈ മനസ്സിലിങ്ങനെ ഭയം തോന്നിയാൽ ഇത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ എന്ത് ചെയ്തു? മകൻ 2ാമതും പോയി യജ്ഞക്കുതിരയെ വിടിയിച്ചു കൊണ്ടുവന്നു. ഈ 2 തവണ ഇന്ദ്രൻ കട്ടുകൊണ്ടുപോയി, മകൻ പോയി യുദ്ധം ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ പൃഥു അച്ഛന് സഹിച്ചില്ല. അദ്ദേഹം അമ്പും വില്ലുമായി പുറപ്പെട്ട് ഇന്ദ്രനെ നേരിട്ട് വധിച്ചു കളയാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ആചാര്യന്മാരെല്ലാവരും കൂടി തടുത്തു. അയ്യോ, ചെയ്തു പോകരുതേ, നമ്മൾ അശ്വമേധയാഗത്തിന്
വ്രതബദ്ധര. ഇവിടെ യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള എനിക്കത് പറയാൻ തന്നെ ഇഷ്ടമില്ല, മൃഗത്തിനെ വേണമെങ്കിൽ ഹിംസിക്കാം എന്നല്ലാതെ വേറെ ഒരു ഹിംസയും ഈ സന്ദർഭത്തിൽ നടത്താൻ പാടില്ല. അങ്ങക്ക് ഇന്ദ്രനാണല്ലോ പൊല്ലാപ്പ്, ഞങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലി ഇന്ദ്രനെ ആവാഹിച്ചു കളയാം, കൊണ്ടുവന്ന് ഈ അഗ്നിയിൽ ഹോമിക്കാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? ശ്രീമദ് ഭാഗവതമാണ് ഈ പറയുന്നത്. മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രനെ ആവാഹിച്ച് ഈ അഗ്നിയിൽ ഹോമിക്കാം, അങ്ങ് പോണ്ടാന്ന് പറഞ്ഞു. അപ്പം മന്ത്രശക്തി എത്രയുണ്ട്? ഇതാരാ പറയുന്നത്? മനുഷ്യർ. അപ്പം മനുഷ്യരുടെ മന്ത്രത്തിനാണ് ഈ സാങ്കല്പികമായ ദേവതകളെക്കാൾ ശക്തി കൂടുതൽ എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഇവർ മന്ത്രങ്ങൾ ചൊല്ലി ആവാഹിക്കാൻ പുറപ്പെട്ടപ്പോൾ പ്രകൃതങ്ങളൊക്കെ മാറി. ബ്രഹ്മാവ് സ്വയം എഴുന്നള്ളി. അയ്യോ, നിങ്ങളിത് ചെയ്യരുത്, ചെയ്യരുത്. ഈ ഇന്ദ്രൻ വിഷ്ണുവിൻ്റെ അംശമാണ്. ഇന്ദ്രോഹം എന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ, വിഷ്ണുവിൻ്റെ അംശമാണ്. അതുകൊണ്ട് നിങ്ങളിതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അശ്വമേധയാഗത്തിൻ്റെ ഒരു ആവശ്യവും ഇവിടെ ഉണ്ടാവരുത്, യാതൊന്നും വേണ്ട, ഞാൻ വളരെ തൃപ്തനാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവസാനം വിഷ്ണുവിൻ്റെ അംശമാണ് വാസ്തവത്തിൽ ഇന്ദ്രൻ, അതുകൊണ്ട് നിങ്ങളാരും വധിക്കരുത്, അതിന് പരിശ്രമിക്കരുത് എന്ന് പറഞ്ഞു. ഇത്രയും ആയപ്പോൾ മഹാവിഷ്ണു തന്നെ അവിടെ ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ടുവന്നു. ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ടുവന്ന് പൃഥു വിഷ്ണുവിൻ്റെ അംശമാണ്, ഇന്ദ്രനും വിഷ്ണുവിൻ്റെ അംശമാണ്, നിങ്ങൾ ഒരു കലാപത്തിനും കുഴപ്പത്തിനും പോണ്ട, അശ്വമേധയാഗത്തിൻ്റെ ആവശ്യമില്ല, അതല്ലാതെ തന്നെ അങ്ങ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേണ്ടതുപോലെ കിട്ടിക്കഴിഞ്ഞു. മോക്ഷധർമ്മം അറിയുന്നവനാണങ്ങ്. അങ്ങനെ മോക്ഷധർമ്മം അറിയുന്ന ഒരാൾക്ക് ഈ അശ്വമേധയാഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പരമഭക്തിയാണ് മോക്ഷത്തിന് കാരണം, വേറെ ഒന്നുമല്ല. മോക്ഷകാരണ സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി എന്ന് പറയാറുണ്ട്. വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സഖ്യം ചെയ്യിച്ചു. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഇന്ദ്രൻ്റെ ചരിത്രം. ഒരു ഭാഗത്ത് ഞാൻ ഇന്ദ്രോഹം എന്ന് പറഞ്ഞാലും ഇവിടെ ഉണ്ടാവുന്നത് എന്താ? ഇതാ. ഇനി ഇന്ദ്രൻ വേറെയുണ്ട്, ഇന്ദ്രൻ്റെ ചരിത്രങ്ങൾ ഏകാദശ സ്കന്ധത്തിൽ തന്നെ പറയുന്നു. ദക്ഷപുത്രി മൂർത്തിയിൽ ധർമ്മൻ എന്ന് പറഞ്ഞ ആൾക്ക് ജനിച്ച ആളാണ് നാരായണ ഋഷി. അദ്ദേഹം വളരെ വിശേഷപ്പെട്ട ഒരു ഋഷിയാണ്. ചെറുപ്പം മുതൽക്ക് സാത്വിക ഗുണവും സാത്വിക പരിശീലനവും മാത്രമേ ഉള്ളൂ. മോക്ഷവിരുദ്ധമായിരിക്കുന്ന ധർമ്മങ്ങൾ ഇല്ലാതെയാക്കി തീർക്കാൻ നിഷ്കാമമായി പ്രവർത്തിക്കുന്ന ആ കർമ്മസിദ്ധാന്തം നാരദാദി മഹർഷികൾക്ക് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മം. ഈ കർമ്മങ്ങൾ ഇവിടെ ചെയ്യണം, അത് നിഷ്കാമമായ കർമ്മം ചെയ്യണം. പക്ഷേ കാര്യങ്ങൾ ഇവിടെ കർമ്മം നടത്തുന്നത് മുഴുവൻ എന്തിനാ? അത്യന്തം കാമത്തോട് കൂടിയിട്ടേ ചെയ്യുള്ളൂ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്തോളൂ, കല്യാണം കഴിച്ചോളൂ, ഒരു വിരോധവും ഇല്ല. എനിക്കൊരു കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കരുത്. ഗർഭാധാനമായിക്കോട്ടെ, കുട്ടിയും ഉണ്ടായിക്കോട്ടെ. എന്നെപ്പോലെ ഒരു കുട്ടി, ഞാൻ ജനിച്ചതുപോലെ ഒരു കുട്ടി. ആ കുട്ടി പെറ്റു വീണത് എവിടെയാ? ഭൂമിയിൽ. അപ്പം നമ്മൾ ഭൂമിയുടെ സന്താനങ്ങളാണ്, ലോകത്തിൻ്റെ പൗരന്മാരാണ്. എല്ലാ കുട്ടികളും വളരുന്നമാതിരി എൻ്റെ കുട്ടിയും വളരട്ടെ. വളർന്നു കഴിഞ്ഞാലും അത് ലോക പൗരനാണ്, എൻ്റെ അല്ല. എനിക്ക് ചാവാറാവുമ്പോൾ വെള്ളം തരാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ കാമം അങ്ങോട്ട് മനസ്സിൽ നിന്ന് വിട്ട് എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഒരു വിരോധവും ഇല്ല. നിഷ്കാമ കർമ്മ സിദ്ധാന്തം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നാരായണ മഹർഷിയുടെ അവതാരം. അദ്ദേഹം താമസിച്ചിരുന്നതോ ബദരികാശ്രമത്തിലാണ്. ഇങ്ങനെ നിഷ്കാമ കർമ്മം നല്ലപോലെ ചെയ്ത് അത് ഉപദേശിച്ച് ഒരു ജ്ഞാനനിഷ്ഠനായിരിക്കുന്ന ഒരാൾ ഇന്ദ്രന് അപ്പോഴും വന്നു പേടി. ഈ ഇന്ദ്രന് വേറെ ജോലിയൊന്നുമില്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എവിടെ നല്ലത് നടന്നോ ഈ മനുഷ്യന് കണ്ണുകടിയ, മനുഷ്യനല്ല ഈ ദേവന്. അപ്പം എന്തായി? തൻ്റെ പദവി തട്ടിയെടുക്കാനാണ് ഈ നാരായണ മഹർഷിയുടെ തപസ്സെന്ന് കരുതി ആ തപസ് മുടക്കാനായി മന്മഥനെയും അപ്സരസ്സുകളെയും മന്ദമാരുതനെയും അങ്ങോട്ട് പറഞ്ഞയച്ചു. കൂടുതൽ ഇനി എന്താ വേണ്ടേ? ഒരു ഭാഗത്ത് മന്മഥൻ കാമദേവൻ, അപ്സരസ്സുകൾ വളരെ അതിസുന്ദരികളായിരിക്കുന്ന സ്ത്രീകൾ, എല്ലാം ഇളക്കി വിടാനായിട്ട് കാറ്റ് മന്ദമാരുതൻ അങ്ങനെ മയമായിട്ട് വീശുന്നു. ഇവരെല്ലാവരും കൂടി ആ സ്വാത്മപ്രഭാവത്തിൽ, ആ ഉൾമഹിമയിൽ ഊന്നിയിരിക്കുന്ന ആ നാരായണ മഹർഷിയുടെ മനസ്സിനെ ഇളക്കി മറിക്കണം. ഈ അപ്സര സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടമാക്കണം എന്നായിരുന്നു ഇന്ദ്രൻ്റെ ഉദ്ദേശം. അവരെല്ലാവരും കൂടി അവിടെ ചെന്നു. മഹർഷിക്ക് മനസ്സിലായി ഇത് ഇന്ദ്രൻ്റെ പ്രയോഗമാണ്, ഇവരെല്ലാവരും വന്നിരിക്കണമെന്ന്. അദ്ദേഹം വളരെ ഭാവപൂർണതയോടെ നിർവികാരനായി തപസ് തുടർന്നു. ഇവരൊന്നും വന്നിട്ട് അവിടെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവർ വന്ന ഉദ്ദേശം നടന്നില്ല എന്ന് കണ്ടപ്പോൾ വളരെ പേടിച്ചു വശായി. ആര്? മന്മഥനും അപ്സരസ്സുകളുമെല്ലാം. അയ്യോ, നമ്മൾക്ക് ഇളക്കി മറിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇന്ദ്രൻ മുമ്പേ പേടിച്ചു, ഇവർ പിന്നിൽ രണ്ടാമത് പേടിക്കുന്നു. പേടിച്ചു കഴിഞ്ഞ് വല്ലാതെ വിഷമം തുടങ്ങി.
വിഷമം തുടങ്ങിയപ്പോൾ ഈ നാരായണ മഹർഷി സ്വയം തന്നെ അവരെ സമാധാനിപ്പിച്ചു. നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ ചെയ്യുന്ന തപസ് നിഷ്കാമകർമ്മം ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ദ്രപദവി ഇല്ലാതെയാക്കാനോ ഒന്നുമല്ല, നിങ്ങൾ പരിഭ്രമിക്കേണ്ട. അവരെ വേണ്ടതുപോലെ സ്വാഗതം ചെയ്ത് അതിഥി സത്കാരം നടത്തി, ഋഷിമാരുടെ സഹജമായിരിക്കുന്ന സൗശീല്യം, അവരുടെ സംവാദം ഇതെല്ലാമായി അവർ നല്ലപോലെ സത്കരിച്ചു. അത് കണ്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞയച്ചവരെല്ലാം ഈ നാരായണ മഹർഷിയെ വളരെ നന്നായി സ്തുതിച്ചു, കീർത്തിച്ചു. അങ്ങനെ കീർത്തിച്ച് ഋഷിയെ പരിചരിക്കാനായി ചില സുന്ദരികളുണ്ട് അവിടെ. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ മഹർഷിയുടെ അടുത്ത് വന്ന് ഓരോന്ന് കൊടുത്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. നമ്മളിവിടെ നല്ല അഴകുള്ള അപ്സരസുകളെയൊക്കെ കൊണ്ട് ഇവിടെ വന്നിരിക്കുക, നാരായണ മഹർഷിയുടെ അടുത്തുള്ള സുന്ദരികളോ അതിലും കേമ. ഇവരൊക്കെ നിഷ്പ്രഭരായി വല്ലാതെ ലജ്ജിച്ചു പോയി. ഇത് മനസ്സിലാക്കി നാരായണ മഹർഷി എന്തു ചെയ്തു? നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങൾ മടങ്ങി പോകുമ്പോൾ ഞാനൊരു സമ്മാനം തരാം. ദാ ഇവിടെയുള്ള സ്ത്രീകളുണ്ടല്ലോ, ഇവരിൽ ഏറ്റവും അഴകിയായിട്ടുള്ള ഒരാളെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ആരെ വേണമെങ്കിൽ എടുത്തോളൂ. അങ്ങനെ ഉർവശിയെ നാരായണ മഹർഷി സമ്മാനം കൊടുത്തതാ. ആ ഉർവശിയെയും കൊണ്ട് അവർ മടങ്ങിപ്പോയി ഇന്ദ്രലോകത്തിലേക്ക്. എന്താ നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അവിടെ ഇന്ദ്രൻ ചെയ്തത് നന്നായോ? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ആരെന്ത് നല്ലത് ചെയ്താലും ഈ ഇന്ദ്രന് പേടിയാണ്. എന്നാൽ പേടിച്ചിട്ട് ചെയ്യണതോ ഒക്കെ പൊട്ട കാര്യങ്ങളെ ചെയ്യുള്ളൂ, നല്ലത് ചെയ്യൂല. ഈ ഇന്ദ്രനെയാണ് നമ്മൾ സ്തുതിക്കണത്. എന്നാൽ കൃഷ്ണൻ ഇത് മാത്രമാണോ പറയുന്നത്? അല്ല. ഭഗവത്ഗീതയിൽ അദ്ദേഹം പറയുന്നത് എന്താ? സഹയജ്ഞ പ്രജാ സൃഷ്ട്വ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം യേഷവോസ്ത്വിഷ്ടകാമധുഗ്. അർജുനോട് 3-ാം അധ്യായത്തിൽ പറയുകയാണ്, കുരുക്ഷേത്രത്തിൽ വെച്ച് മനുഷ്യരെ ജനിപ്പിച്ചപ്പോൾ തന്നെ, സൃഷ്ടിച്ചപ്പോൾ തന്നെ പ്രജാപതി നിയോഗിച്ചിട്ടുള്ളതാണ് യജ്ഞം. സഹയജ്ഞാ പ്രജാ സൃഷ്ട്വ പുരോവാച പ്രജാപതി. പ്രജാപതി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പ്രജാഹ സഹയജ്ഞാഹ സൃഷ്ട്വ. ജനങ്ങളെ യജ്ഞത്തോട് കൂടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താ അതിനർത്ഥം? മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് യജ്ഞം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മൃഗങ്ങൾക്കതില്ല. അവർ കാലത്ത് പോവും, എര തേടും, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും, മരക്കൊമ്പത്തോ ചോട്ടിലോ കിടന്നുറങ്ങും. കാലത്ത് ആദ്യം എണീറ്റ് പോവും. അവരായിട്ടൊന്നും ഈശ്വരന് വേണ്ടി കൊടുക്കുന്നില്ല. ഒരു യജ്ഞവും അവരുടെ ജീവിതത്തിലില്ല. കൂട്ടാളികൾ ആരെങ്കിലും മരിച്ചാൽ കുറെ കരയും, അവർ പാട്ടിൽ പോവും, മറവ് ചെയ്യാനൊന്നും പോവില്ല ആ ശരീരം. ഇതാണ് മൃഗങ്ങൾ. മനുഷ്യർക്ക് അങ്ങനെയല്ല. മനുഷ്യരുടെ മനസ്സിൽ സ്വാർത്ഥത എപ്പോഴും തലപൊക്കാം. ആ സ്വാർത്ഥതയെ ഒതുക്കി പരാർത്ഥനിഷ്ഠന്മാരാവണം എന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമാണ് ഈ യജ്ഞം. അപ്പം യജ്ഞത്തോടുകൂടി പ്രജാപതി എല്ലാവരെയും സൃഷ്ടിച്ചതിന് ശേഷം പറഞ്ഞു, അനേന പ്രസവിഷ്യധ്വം. ഈ യജ്ഞമാകണം നിങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണം. ഏഷവോസ്ത്വിഷ്ട കാമധുഗ്. ഈ യജ്ഞം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാമധേനുവാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈശ്വരാർപ്പണമായി നാം എന്തു ചെയ്യുന്നുവോ അതൊരു കാമധേനുവെ പോലെ നമ്മളെ അനുഗ്രഹിക്കും. ഞങ്ങൾ ഈ നടത്തുന്ന അന്നവസ്ത്രദാന സത്രമുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടെങ്കിൽ എന്താ? മനുഷ്യരിടയിൽ ദാനധർമ്മ ബുദ്ധി നട്ടു വളർത്താനാണത്. ആർക്കാർക്കെല്ലാം കൊടുക്കാൻ തോന്നുന്നുവോ അവരുടെ കൈകളെ ശക്തിപ്പെടുത്താൻ പ്രകൃതിയും ഈശ്വരനും ഓടിയെത്തും. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നിങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പം ആരെങ്കിലും കൊടുത്തിട്ട് എൻ്റെ കയ്യിലില്ല എന്ന് പറയരുത്. കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവണം. താനുണ്ടാത്തേവർ വരം കൊടുക്കില്ല. നിങ്ങളുടെ കയ്യിലുണ്ട്. അത് 1000-മോ 10,000-മോ ലക്ഷമോ കോടിയോ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒന്നുകിൽ 10 ആവാം, 50 പൈസ കൊടുക്കൂ. 100 ആണെങ്കിലോ 5 റുപ്യ കൊടുക്കൂ, അല്ലെങ്കിൽ 10 റുപ്യ കൊടുക്കൂ. 1000 ആണെങ്കിലോ 150-ഓ 200-ഓ കൊടുക്കൂ. ലക്ഷമാണെങ്കിലോ അതിനനുസരിച്ച് കൊടുക്കൂ, 10,000. കയ്യിലുള്ളതനുസരിച്ച് കൊടുക്കുക എന്നാ. അങ്ങനെ കൊടുത്തു തുടങ്ങുമ്പോഴോ കൊടുക്കണതൊരാവശ്യമായി തീരും. കച്ചവടം ചെയ്യുമ്പോൾ ലാഭം വേണം എന്ന് തോന്നുന്നത് മാതിരി കയ്യിൽ ദ്രവ്യം വന്നാൽ ചൊറിയണം നിങ്ങൾക്കത് കൊടുക്കാൻ. അത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ നേരെയാവുക. അത് വളരെ വിശേഷപ്പെട്ടൊരു കാര്യമാണ്. ആര് കൊടുക്കാൻ തുടങ്ങിയോ അവർക്ക് ഒരിക്കലും കഷ്ടിക്കൈ വരില്ല. കൊടുക്കുന്നവർ ലോകത്ത് വളരെ ചുരുക്കമാണ്. അപ്പോൾ സഹയജ്ഞ പ്രജാ സൃഷ്ട്വ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്ത്വിഷ്ടകാമധുഗ്. ഈ യജ്ഞം ചെയ്ത് ഇതൊരു കാമധേനുവായി തീരണം നിങ്ങൾക്ക്. കാമധേനു എന്ന് പറഞ്ഞാൽ എന്താ? നാം കാമിക്കുന്നത്, ആശിക്കുന്നത് പാല് അകിടിൽ നിന്ന് കറക്കുന്നത് പോലെ നമുക്ക് കിട്ടും. അതേമാതിരി ഒരു കാമധേനുവായി തീരട്ടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? ദേവാൻ ഭാവയതാനേന
തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. എന്താ അതിനർത്ഥം? ദേവാൻ ഭാവയതാനേന. ഈ യജ്ഞം എന്ന് പറയുന്ന അനുഷ്ഠാനം കൊണ്ട് ദേവന്മാരെ നിങ്ങൾ തൃപ്തിപ്പെടുത്തൂ. തേ ദേവാ ഭാവയന്തു വഃ. തൃപ്തിപ്പെട്ട ദേവന്മാർ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തന്ന് നിങ്ങളെയും തൃപ്തിപ്പെടുത്തും. പരസ്പരം ഭാവയന്തഃ. നിങ്ങൾ ദേവന്മാർക്കും ദേവന്മാർ നിങ്ങൾക്ക് ഭൗതിക വിഭവങ്ങളും, ഇത് രണ്ടും അന്യോന്യം നൽകി ശ്രേയഃ പരമവാപ്സ്യഥ. നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവട്ടെ, പരമമായ ശ്രേയസ്. അപ്പം അതിനെന്താ അർത്ഥം? ദേവന്മാർക്ക് വേണ്ടിയുള്ള യജ്ഞം ചെയ്യണം എന്നല്ലേ കൃഷ്ണൻ അവിടെ പറയുന്നത്. അതിന് കാരണമായിട്ട് പ്രജാപതി ഇത് നിയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ആ യജ്ഞം കാമധേനുവാകട്ടെ എന്ന്. ആ ദേവന്മാരുടെ മുമ്പനല്ലേ, ലീഡറല്ലേ ഇന്ദ്രൻ? ആ ഇന്ദ്രനല്ലേ ഇന്ദ്രോഹം എന്നിവിടെ പറയണത് സർവദേവാനാം. അപ്പൊ കുട്ടിക്കാലത്ത് എന്തേ ആ ഇന്ദ്രനുള്ള യാഗം മുടക്കിയത് കൃഷ്ണൻ? മറുപടി പറയൂ നിങ്ങൾ. കൃഷ്ണൻ ഇത് മാത്രമാണോ പറയാനുള്ളത്? അല്ല. അദ്ദേഹം എന്താ പറയണത്? ഈ വേദങ്ങളിൽ പല വിധത്തിലുള്ള കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്, ഇഷ്ടാപൂർത്തങ്ങൾ. ഇഷ്ടം എന്ന് പറയുന്നത് യജ്ഞയാഗങ്ങളും നിത്യകർമ്മങ്ങളുമൊക്കെയാണ്. പൂർത്തം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്, സമാജത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഈ കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ എന്തുവരും? യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ. ഈ വേദങ്ങളെ നോക്കി ഈ കർമ്മകാണ്ഡത്തിലുള്ള വിധികൾ മാത്രമേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് ഉപനിഷത്തില്ല. പരമാത്മാ എന്ന് പറയുന്ന തത്വം, അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി തത്വശ്രവണം, മനനം, ധ്യാനം, നിധിധ്യാസനം എന്ന് പറയുന്ന നിവൃത്തി കർമ്മങ്ങൾ അതൊന്നുമില്ല. ഈ കർമ്മം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ. പുഷ്പിതാം വാചം, ഇത് ഒരു മരം പൂക്ക് മാത്രമേ ചെയ്യുള്ളൂ, പൂ കഴിഞ്ഞാൽ ഒറ്റ കായില്ല. അതുപോലെ ഒരു വൃക്ഷമാണ് പ്ലാശ്. ആ പ്ലാശ് പൂത്ത് കഴിഞ്ഞാൽ ഒരില അതിലുണ്ടാവില്ല, അപ്പടി പൂവാ. ആ പൂവൊക്കെ കൊഴിഞ്ഞു പോവും, മരം മൊട്ടയാവും, ഒരു കായ അതിലുണ്ടാവില്ല. അതുപോലെയാണ് വേദങ്ങൾ പറയുന്നതായ ഫലങ്ങൾ മുഴുവനും. നിങ്ങൾ ഉദ്ദേശിക്കണതൊന്നും അവിടെ ഇല്ല. ഭോഗത്തിലും ഐശ്വര്യത്തിലും താല്പര്യമുള്ള മനസ്സാണ് ഇങ്ങനെയുള്ള കർമ്മവിധികൾക്ക് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ആ ബ്രഹ്മഭുവനാലോകാ പുനരാവർത്തിനോർജുന മാം ഉപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ബ്രഹ്മാവ് മുതൽക്ക് എന്തെല്ലാം ലോകങ്ങളുണ്ടോ, ഇന്ദ്രലോകം, ചന്ദ്രലോകം എല്ലാം, പ്രജാപതി ലോകം എല്ലാം, പുനരാവർത്തിനോർജുന, രണ്ടാമതും ആവർത്തിക്കുന്നതാണത് മുഴുവനും. ആ ആവർത്തനം എന്ന് പറയുന്ന ക്രമത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലോ മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ, പുരുഷോത്തമനും പരമാത്മാവുമായിരിക്കുന്ന എന്നെ നിങ്ങളുടെ ഉൾതലത്തിൽ സാക്ഷാത്കരിക്കണം. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. എല്ലാ ഭാവങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ എന്നെ പരമാത്മാവായി ശരണം പ്രാപിക്കണം എന്നാണ് കൃഷ്ണന്റെ അവസാനത്തെ നിർദ്ദേശം. മാത്രമാണോ? ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. വളരെ വ്യക്തമായിട്ടുള്ള വെർഡിക്റ്റാണ് കൃഷ്ണൻ പറയുന്നത്. വേദങ്ങൾ മുഴുവൻ പ്രതിപാദിക്കുന്നത് ത്രൈഗുണ്യ വിഷയങ്ങളാണ്. അർജുനൻ എന്ത് ചെയ്യണം? നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. ഈ ത്രിഗുണമയമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുകളഞ്ഞോളൂ. വേദം എത്ര ലോകത്തിനെ പറ്റി വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എന്തെല്ലാം യാഗയജ്ഞങ്ങൾ വിധിച്ചോട്ടെ, അതിൻ്റെ ഫലങ്ങളും പ്രകീർത്തിച്ചോട്ടെ, ഇതൊക്കെ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഞാൻ ആവശ്യപ്പെടുന്നത് നിസ്ത്രൈഗുണ്യനാവണം. ഇപ്പൊ യാഗം ചെയ്യാത്തത് കൊണ്ടും വേദകർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തത് കൊണ്ടുമാണോ അർജുന നിനക്കിപ്പോൾ ഈ ദേഹം മുഴുവൻ ചുട്ടുനീറുന്ന ദുഃഖം പിടിപെട്ടത്? ആ പിടിപെട്ടത് നീങ്ങാൻ ഈ കർമ്മങ്ങൾ എന്തെങ്കിലും ഉപകരിക്കുമോ? ഇല്ലല്ലോ. അതല്ലേ നീ എന്നോട് ചോദിച്ചത്, നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം എന്ന്. എനിക്ക് രാജ്യം തിരിച്ചു കിട്ടി, വളരെ സമ്പദ് സമൃദ്ധമായി എൻ്റെ ജീവിതം എന്നുണ്ടെങ്കിലും എനിക്ക് പ്രയോജനമില്ല. ഇന്ദ്രപദവി കിട്ടിയിട്ടും എനിക്ക് കാര്യമില്ല. എനിക്ക് ആവശ്യം എൻ്റെ ചുട്ടുനീറ്റുന്ന ദുഃഖം ഇല്ലാതെയായി മനസ്സും ശരീരവും തണുക്കണം എന്നുള്ളതാണ്. അത് പ്രത്യക്ഷമായി ഇപ്പൊ വേണ്ട ഡയറക്റ്റ് ഫലമാണ്. അതിന് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ എന്നാണല്ലോ പറഞ്ഞത്. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ
നിർയോഗക്ഷേമ ആത്മവാൻ. അതുകൊണ്ട് എന്തു വേണം? നിർദ്വന്ദ്വനായി എന്നും സത്വഗുണത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് യോഗക്ഷേമങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ആത്മനിയന്ത്രണത്തോടുകൂടി മനഃപവിത്രതയോടുകൂടിയിരിക്കൂ. അതിലെല്ലാം പര്യവസാനിച്ചു, എല്ലാം പര്യവസാനിച്ചു. യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ശരിയായിട്ടുള്ളത് പരമാത്മജ്ഞാനമാണ്. ആ പരമാത്മജ്ഞാനത്തിന് മനസ്സ് ശുദ്ധമാവണം. മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളില്ലാതെ ഇരിക്കുക. ആ ആഗ്രഹം ഐഹികവും പാടില്ല, പാരത്രികവും പാടില്ല. അപ്പൊ ദേവലോകത്തെക്കുറിച്ചോ സ്വർഗലോകത്തെക്കുറിച്ചോ ഉള്ള അഭിലാഷങ്ങൾ ഒന്നും പുലർത്താതെ നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. അങ്ങനെ വന്നാലത്തെ സ്ഥിതി എന്താ? യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ. എല്ലാ ദിക്കിലും വെള്ളം നിറഞ്ഞിങ്ങനെ ഇരിക്കുക. വെള്ളപ്പൊക്കം വന്ന് ആ സമയത്ത് ഒരു പാത്രം വെള്ളം എടുക്കാൻ ഒരു കിണറോ ഒരു കുളമോ നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ബ്രാഹ്മണസ്യ വിജാനതഃ. നല്ലപോലെ അറിവ് വന്ന് മനഃശുദ്ധി വന്ന് ആത്മസാക്ഷാത്കാരത്തിന് പരിശ്രമിക്കുന്ന ഒരു മനുഷ്യന് ഇതായിരിക്കും ഫലം. അപ്പൊ കൃഷ്ണന്റെ ഒപ്പീനിയൻ എന്താ? ഒരു ഭാഗത്ത് ഇന്ദ്രോഹം എന്ന് പറയുന്നത് ശരിയാ. എന്തിനാ കൃഷ്ണൻ ഇത് പറയുന്നത്? മഹർഷി എന്തിനാ എഴുതിയിരിക്കുന്നത്? ഞാനിതിലൊരു ഉത്തരം പൂർണ്ണമായി തരുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ആലോചിക്കണം. നിങ്ങൾ ഒരു പക്ഷേ ഭൂമാനന്ദ സ്വാമിജി പറയുന്നതിന് പ്രേക്ഷകരാണ്. പോരാ പോരാ, നമ്മുടെ പ്രേക്ഷകർ എങ്ങനെയാവണം? ചിന്തിക്കുന്നവരാവണം, ചിന്തിക്കുന്നവാവണം. നിങ്ങൾക്ക് വിചാരശീലം വരണം. നിങ്ങളുടെ ബുദ്ധി ആലോചിച്ച് ഈ ശ്രീമദ് ഭാഗവത എന്ന് പറയുന്ന സംഹിതയിൽ അങ്ങോട്ട് ലഗ്നമാകട്ടെ. കഥ ഇങ്ങനെ കേട്ടു പോയാൽ പോരാ. ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ചിന്തിച്ച് അതിൻ്റെ ഉള്ളിൽ പോകൂ. ഞാൻ ഈ മാതിരിയുള്ള ഒരു തത്വവിചാരം ഒരു സമസ്യ പോലെ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളുടെ ബുദ്ധിയിൽ നുഴഞ്ഞു കയറാൻ. നിങ്ങൾ വെറും ശ്രോതാക്കളോ പ്രേക്ഷകരോ ആയിരുന്നാൽ പോരാ. നമ്മുടെ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കണം. ശ്രീമദ് ഭാഗവതത്തിൽ മൈത്രേയ മഹർഷി പറയുന്ന ഒരു ഭാഗമുണ്ട്. കർമാണ്യനീഹസ്യ ഭവോ ഭവസ്യതേ ദുർഗാശ്രയോ അഥാരിഭയാത് പലായനം കാലാത്മനശ്ചതേ പ്രമദായുധാശ്രയ സ്വാത്മൻരതേ ഖിദ്യതി ധീർവിദാമിഹ. കൃഷ്ണനെ പറ്റി പറയാണ്. എന്താ പറയണത്? അങ്ങയുടെ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചാൽ ഒരു എത്തും പിടിയും ഞങ്ങൾക്ക് കിട്ടാനില്ല. ബുദ്ധിയുള്ള കേമന്മാരുണ്ടല്ലോ, ബുദ്ധിമാന്മാർ, അവരുടെ ബുദ്ധിയും കൂടി ഖിദ്യതി, വല്ലാതെ തളരണു, ക്ഷീണിക്കണു, വിഷമിക്കണു. ഈ വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് ഈ കൃഷ്ണന്റെ വ്യക്തിത്വത്തിൽ സമ്മേളിക്കുന്നത്? കർമാണ്യനീഹസ്യ ഭവോ അഭവസ്യതേ. കൃഷ്ണൻ സ്വയം എന്താ പറയണത്? എനിക്കൊന്നിലും താല്പര്യമില്ല, ജ്ഞാനവാപ്തമവാപ്തവ്യം, എനിക്ക് കിട്ടാനോ കൊടുക്കാനോ ആയിട്ട് ഒന്നുമില്ല എന്ന് പറയണു. അങ്ങനെയാണെങ്കിലും എത്രയൊക്കെ കർമ്മങ്ങളാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയിരിക്കണത്. എന്നിട്ട് പറയണതോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാ. കർമാണി അനീഹസ്യ, ഒരാശയുടെ പൊട്ടുപോലുമില്ല, ആവശ്യത്തിൻ്റെ കരട് പോലുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാള് ഇത്ര അതിമഹത്താൽ ഗംഭീരവും അസാധാരണവുമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാ? എത്ര ആളെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത് യുദ്ധത്തിൽ. ഭവോ അഭവസ്യതേ. അങ്ങ് വാസ്തവത്തിൽ ഒരു സംസാരത്തിൽ ലിപ്തനല്ല, സംസാരം അങ്ങക്കില്ല. എന്നാലോ 16,008 കല്യാണവും ആഘോഷവുമായിട്ടാ ദ്വാരക നടക്കുന്നത്. ദുർഗാശ്രയോ അധാരിഭയാത് പലായനം. പുതിയതായിട്ടൊരു ദ്വാരക സമുദ്രത്തിന്റെ ഉള്ളിൽ കെട്ടി അവിടെയാണ് താമസിക്കുന്നത്. ശത്രുവിനെ പേടിച്ച് ഓടുന്നു അങ്ങ. എന്നാലോ കാലാത്മനശ്ചതേ, കാലമാണ് എല്ലാറ്റിനെയും ഹനിക്കുന്നതും വയസ്സാക്കുന്നതും കൊല്ലുന്നതും യവനികയ്ക്ക് പിന്നിലാക്കുന്നതും. ആ കാലന് പോലും ആത്മാവായിരിക്കുന്ന അങ്ങയ്ക്ക് ദുർഗാശ്രയം എന്തിനാ? ശത്രുവിനെ പേടിച്ച് ഓടേണ്ട ആവശ്യം എന്ത്? പ്രമദായുധാശ്രയ സ്വാത്മൻ രതേഹേ. അങ്ങ് പറയുന്നു പരമാത്മാവിലാണ് എൻ്റെ ആരമണം, പരമാത്മാവിലാണ്. നിഷ്കിഞ്ചന വയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയ എന്നങ്ങ് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിലും പ്രമദായുധാശ്രയ, ആയിരക്കണക്കിന് സ്ത്രീകളാണ് അങ്ങയുടെ പത്നിമാരായിട്ട് 4 ഭാഗത്തുമുള്ളത്. സ്വാത്മൻ രതേഹേ ഖിദ്യതി ധീർവിദാമിഹ. അപ്പൊ അങ്ങയുടെ ജീവിതത്തിന്റെ ഏത് ഭാഗത്തിനെ കുറിച്ച് ആലോചിച്ചാലും ഒരു പിടി കിട്ടാതെ കെങ്കേമന്മാര് ബുദ്ധിമാന്മാർ പോലും വല്ലാതെ തളർന്നിരിക്കുകയാണ്. ഒരു വിലയിരുത്തലാത്. ഇത് നിങ്ങൾ അറിയണം. ശ്രീമദ് ഭാഗവതത്തിന്റെ ശ്ലോകമാണ്. അപ്പൊ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പല വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളും കാണും. എന്താ കാരണം?
ലോകം വൈരുദ്ധ്യബഹുലമാണ്. അപ്പം നമ്മുടെ ശാസ്ത്രങ്ങളും അങ്ങനെയാവും. ഇന്ദ്രൻ ഇങ്ങനെയാണെങ്കിലും ആ ഇന്ദ്രന്റെ പിന്നാലെ പോകാൻ ധാരാളം പേരുണ്ട്. പലർക്കും അത് ഇഷ്ടമാണ്. ആ ഇന്ദ്രനെ പൂജിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ മറ്റൊന്നും നോക്കാതെ ഓടി അങ്ങോട്ട് ചെല്ലുക, ഈയാമ്പാറ്റയെ പോലെ. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഇഹലോകത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ നേരെയാക്കാൻ പറ്റില്ല. പരലോകത്തിന്റെ ഇന്റർഫിയറൻസ് വേണം, ഇടപെടണം എന്നുണ്ടെങ്കിൽ അത് പറയുകയാണ്. അതുകൊണ്ട് ഇന്ദ്രനെല്ലാം നല്ലത് എന്നുള്ള അർത്ഥമില്ല. എന്തിനാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്? നല്ല പോലെ മനസ്സിലാക്കണം. ശ്രുതി വിപ്രതിപന്നാദേ യഥാസ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. നമ്മുടെ ശാസ്ത്രങ്ങൾ വൈരുദ്ധ്യജനകമാണ്. ശാസ്ത്രങ്ങളിൽ പലതും വൈരുദ്ധ്യമാണ്. ഒരു ഭാഗത്ത് പറയുന്നു ജീവൻ ശരീരവിലക്ഷണനാണ്. ശരീരവിലക്ഷണനായതിനാൽ ആ ജീവനെ സദ്ഗതി വരുത്താൻ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു. പുണ്യകർമ്മ ഫലമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്നും പറയുന്നു. കുറച്ചു കഴിഞ്ഞാൽ പറയുന്നു ശരീരവിലക്ഷണനാണ് ജീവൻ. ശരീരവിലക്ഷണൻ ആയതിനാൽ അതിന് ശരീരത്തിൻ്റെ ഒരു ഭാവങ്ങളോ ഒരു ഗതികളോ അതിനില്ല. ജനിച്ചത് ശരീരമാണ്. ജീവൻ ശരീരവിലക്ഷണമായതിനാൽ അത് ജനിച്ചിട്ടില്ല, അജന്മാവാണ്. അത് മരിക്കണില്ല, അമരമാണ്. അത് അജന്മാവും അമരവുമാണെങ്കിൽ അതിന് പോക്കും വരവും ഉണ്ടോ? ഇല്ല. അതിന് എന്തെങ്കിലും കർമ്മം ചെയ്ത് നല്ല സംസ്കാരം ജനിപ്പിക്കണോ? വേണ്ട. പിന്നെ എന്തു വേണം? അതിനെ അങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കാനായിട്ട് എന്തു വേണം? വേദാന്തവും ശാസ്ത്രങ്ങളും വായിക്കുക, കേൾക്കുക, ഗുരുമുഖത്തിൽ നിന്ന് കേൾക്കുക. ആ വൈരുദ്ധ്യങ്ങളൊക്കെ മാറിപ്പോവും. എന്നിട്ട് മനസ്സിലാക്കണം. ശ്രുതി വിപ്രതിപന്നാതേ ബുദ്ധി. പല വിധത്തിലുള്ളതായ വിരുദ്ധ പ്രസ്താവനകൾ ശാസ്ത്രങ്ങളിൽ നിന്ന് കേട്ട് ഇളക്കം വന്നിട്ടുള്ളതായ ബുദ്ധി സമാധൗ ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് യഥാ നിശ്ചല അചല ച സ്ഥാസ്യതി. ഒരു വിധത്തിലുള്ള ഇടയിളക്കവുമില്ലാതെ എപ്പോഴാണോ നിശ്ചലമായി അചഞ്ചലമായി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുക, കാറ്റില്ലാത്ത സ്ഥലത്ത് കത്തുന്ന വിളക്കിലെ നാളം പോലെ. കേട്ടോ എല്ലാവരും? കാറ്റില്ലാത്ത സ്ഥലത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിന്റെ നാളം പോലെ അനങ്ങാതെ ഇരിക്കണം ബുദ്ധി. പലതും വായിച്ചിട്ടുണ്ട്, പലതും കേട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ഞാൻ വിരുദ്ധ പ്രസ്താവനകളാണ് എടുത്ത് നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിന് ഒരിടയിളക്കവും ഉണ്ടാവരുത്. കൃഷ്ണൻ അവിടെ അങ്ങനെ പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ പറഞ്ഞാലും എൻ്റെ കൃഷ്ണൻ എനിക്ക് കൃഷ്ണൻ തന്നെ, കണ്ണിലുണ്ണി തന്നെ, ഹൃദയവാസി തന്നെ എന്ന് പറഞ്ഞ് ദ്രൗപദിയും യുധിഷ്ഠിരനും ഒക്കെ ആശ്രയിച്ച മാതിരി നിങ്ങൾക്കും ആശ്രയിക്കാൻ തോന്നണം. അതാണ് നമുക്ക് ആവശ്യം. തഥാ യോഗമവാപ്സ്യസി. ആ ബുദ്ധിക്ക് നൈശ്ചല്യം വന്നാൽ യോഗമായി. അതിനുമാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്തിനു പറഞ്ഞു? ഇത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്ദ്രോഹം സർവദേവാനാം എന്നിവിടെ പറയുമ്പോൾ അവിടെ ഇന്ദ്രനെ നിരാകരിക്കുന്നു. ആര്? കൃഷ്ണൻ. യാഗം മുടക്കുന്നു. ഇന്ദ്രന്റെ പെരുമാറ്റം അത് ശരിവയ്ക്കുന്നു. ഇന്ദ്രന്റെ പെരുമാറ്റം ശരിവയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തുകൊണ്ടാണ് മുടക്കണത് എന്നുള്ളത് വ്യത്യാസമുണ്ട്. പൃഥുവിന്റെ യാഗം മുടക്കി, നാരായണ മഹർഷിയുടെ മനസ്സിളക്കാൻ പരിശ്രമിച്ചു, അവിടെ തോറ്റ് പിന്മാറി. പിന്നെ എന്തിനാണ് ഈ ഇന്ദ്രന് വേദകർമ്മങ്ങൾ ചെയ്യുന്നത്? എന്താണ് വാസ്തവത്തിൽ കൃഷ്ണന്റെ മതം? ദേവയജ്ഞം ആവശ്യമാണ്. ഈ ദേവയജ്ഞം എന്നുള്ളതിന് എന്താ അർത്ഥം? ഈ ഭൂമി എവിടുന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ ഇത് എവിടുന്നാ ഉണ്ടായിരിക്കണേന്ന്. ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു ഭാഗം, സൂര്യന്റെ ഒരു ഭാഗം പൊട്ടി വീണ് അത് അന്തരീക്ഷത്തിൽ ശൂന്യാകാശത്തിൽ സഞ്ചരിച്ച് വരുമ്പോൾ അത് തണുത്തു. അതിന്റെ ഉപരിതലമാണ് തണുത്തിരിക്കുന്നത്. ഉള്ളിൽ ഇപ്പോഴും ദ്രവരൂപത്തിലും വാതരൂപത്തിലുമുള്ള പദാർത്ഥങ്ങളാണ്. ഉപരിതലമേ തണുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഭൂമി വന്നത് എവിടുന്ന? മുകളിൽ നിന്ന്. മാത്രമല്ല ഉരുണ്ട ഈ ഭൂമിയുടെ ഏത് തലത്തിൽ നിങ്ങൾ ചെന്നാലും നിങ്ങൾക്ക് ചോട് കാണാൻ പറ്റുമോ അതോ മോള് കാണാൻ പറ്റുമോ? മോളേ ഉള്ളൂ, ചോടില്ല. എങ്ങനെയാ ഞാൻ പറഞ്ഞു തരിക? ഇതിപ്പോൾ ഒരു ഉരുണ്ട ഗോള എൻ്റെ കയ്യിലില്ല. നമ്മളൊക്കെ ഇവിടെയാ. ഇവിടെ താമസിക്കുന്നവരോ അവരും മേപ്പെട്ടാ നോക്കുക, ഒക്കെ മോൾ ഭാഗ, ചോടില്ല. അപ്പൊ ഈ ഭൂമി ഉപരിതലത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉപരിശക്തികൾ എന്ന് പറയുന്നത്. അത് ഈ ലോകത്തോടും ബ്രഹ്മാണ്ടത്തോടുമുള്ള ഒരാദരവും കൂറുമാണ് നമ്മുടെ മനസ്സിൽ. ആ കൂറ് കാണിക്കുന്നതാണ് ഈ വേദത്തിലുള്ള യജ്ഞങ്ങൾ മുഴുവനും. അതിന് അനുഷ്ഠാന ഫലമുണ്ട്. എങ്ങനെയാ? ദശരഥൻ ഒരു അശ്വമേധയാഗം നടത്തി, ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തി. അതിൽ നിന്ന് കിട്ടിയ പ്രസാദമാണ് ആർക്ക് കൊടുത്തത്? 3 പത്നിമാർക്ക്. എന്നിട്ടോ 4 കുട്ടികളുണ്ടായി. അതേവരെ ഇല്ലാത്ത കുട്ടി ഉണ്ടായില്ലോ. എന്താ കാരണം? കർമ്മഫലം. ദശരഥൻ അത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ആ കർമ്മങ്ങളൊക്കെ ചെയ്തത്. ആ കർമ്മം ചെയ്യുമ്പോൾ അതിലൊരു തപസ്സുണ്ട്. എന്താ ആ തപസ്? മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെയായി അതിന് വ്രതദീക്ഷയൊക്കെ എടുത്ത് പുണ്യമായിരിക്കുന്ന ഒരു കർമ്മം വ്രതനിഷ്ഠമായി ചെയ്യുന്നു. മാത്രമോ അയോധ്യ രാജ്യത്തിലുള്ള നിവാസികളെ മുഴുവൻ വിളിച്ചു.
എല്ലാവർക്കും വാരിക്കോരി ഭക്ഷണം കൊടുത്തു. വിശക്കുന്നവർക്ക് ഭക്ഷണം കിട്ടിയാൽ, ആ വയറ് വീർത്ത് രുചിയുള്ള ഭക്ഷണം കിട്ടിയാൽ ഒരു സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ വിളമ്പാൻ പുറപ്പെട്ടാൽ മതി മതി വേണ്ടാന്ന് പറഞ്ഞ് തടുക്കും. അപ്പൊ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒന്നാണ് ഈ അന്നദാനം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വിശപ്പ് ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും തുല്യ, പ്രാണിവർഗങ്ങൾക്കടക്കം. ഒരു തേരട്ടയ്ക്കുണ്ട് വിശപ്പ്, കൊതുവിനുണ്ട് വിശപ്പ്, ആനയ്ക്കുണ്ട് വിശപ്പ്, കണ്ടാമൃഗത്തിനുണ്ട് വിശപ്പ്, മനുഷ്യനുമുണ്ട് വിശപ്പ്. ആ വിശപ്പുള്ളപ്പോൾ പണം തിന്നാൻ പറ്റില്ല, ഭൂമി തിന്നാൻ പറ്റില്ല, സ്വർണം തിന്നാൻ പറ്റില്ല. അതിന് ചോറ് തന്നെ വേണം, കറികൾ തന്നെ വേണം. അപ്പൊ ആ ചോറങ്ങോട്ട് കൊടുത്ത ഓരോ ജീവനെ തൃപ്തിപ്പെടുത്തുമ്പോൾ ആ ജീവനിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, മതി, ഞങ്ങൾക്ക് സന്തോഷമായി. അതാണ് അനുഗ്രഹം. അനുഗ്രഹം മൂളെന്ന് ചാടിയിറങ്ങല്ല, ഇവിടെ തന്നെ നാം രചിക്കുന്നതാണ്. നിങ്ങളെക്കുറിച്ച് ആർക്ക് മനസ്സിൽ സന്തോഷമുണ്ടോ അതാണ് അനുഗ്രഹം. അതാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. പരോപകാര പുണ്യായ പാപായ പരപീഡനം. അന്യനെ ഉപദ്രവിക്കുന്നതാണ് മഹാപാപം, അന്യനെ സഹായിക്കുന്നതാണ് അങ്ങേയറ്റത്തെ പുണ്യം. ഇങ്ങനെ വരുമ്പോ യജ്ഞം, ദാനം, തപസ് എന്ന് പറയുന്ന മൂന്നെണ്ണം മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും തള്ളിക്കളയാവുന്നതല്ല. ഈശ്വരനെ ഉദ്ദേശിച്ച് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ യജ്ഞം. രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും പെടാത്തവർക്ക് തൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ കുറച്ചെങ്കിലും കൊടുത്ത്, നല്ല മനസ്സോടുകൂടി ക്ഷണിച്ചു വരുത്തി കൊടുത്ത്, നിങ്ങളിത് കൊണ്ടുപോയി അനുഭവിക്കൂ, അതിലെനിക്ക് സന്തോഷമുണ്ട്, തൃപ്തിയുണ്ട് എന്ന് പറഞ്ഞ് വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സമർപ്പണ ഭാവത്തോടുകൂടി കൊടുക്കുന്നതാണ് ദാനം. തപസ്സോ നമ്മുടെ ശരീരത്തിലും ഇന്ദ്രിയതലത്തിലും മനസ്സിലും വാക്കിലുമൊക്കെ ഉൾക്കൊള്ളിക്കുന്നതായ നിയന്ത്രണങ്ങൾ. ഈ യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം എന്ന് കൃഷ്ണൻ 18-ാമത്തെ അധ്യായത്തിൽ ഗീതയിൽ പറയുകയാണ്. അപ്പൊ യജ്ഞം, ദാനം, തപസ് എന്ന് പറയുന്നതിനോട് കൃഷ്ണന് ഒരു എതിർപ്പുമില്ല എന്ന് മാത്രമല്ല, കൃഷ്ണൻ അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളതുമാണ് സത്യം. അതേസമയം ശ്രീമദ് ഭാഗവതം പറയുന്നത് എന്താ? ഈ യജ്ഞം, ദാനം, തപസ്സൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഇതൊക്കെ എന്തിനു വേണ്ടി? പാവനാനി മനീഷിണാം, മനസ്സ് ശുദ്ധമാവാൻ. അവിടുന്ന് അങ്ങോട്ട് സാഫല്യമോ സൗഭാഗ്യമോ വേണമെങ്കിൽ പരമഭക്തി, മോക്ഷം തന്നെ വേണം, പരമാത്മജ്ഞാനം തന്നെ വേണം. നമുക്ക് ആവശ്യം വിവേകവും ഭക്തിയുമാണ്. ആ വിവേകവും ഭക്തിയും പെട്ടെന്ന് ഉണ്ടായി എന്ന് വരില്ല. ആ ഉണ്ടാവുന്നത് വരെ മനസ്സിൽ ആശയും ഭ്രമവുമുണ്ട്. ആ ആശയ്ക്കും ഭ്രമത്തിനും ഒരു വഴി വെച്ചു കൊടുക്കണം. ആ വഴിയാണ് വേദങ്ങൾ കാമ്യകർമ്മങ്ങളും ഫലങ്ങളുമായി രോചനാർത്ഥ ഫലശ്രുതി. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? രോചനാർത്ഥ ഫലശ്രുതി. മനുഷ്യന്റെ മനസ്സിനെ രുചിപ്പിക്കാനാണ്, ആകർഷിക്കാനാണ് ഫലശ്രുതി മുഴുവൻ എഴുതിയുണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ആ ഫലങ്ങൾ മുഴുവൻ നിങ്ങൾ കിട്ടും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. മനുഷ്യന് ആവശ്യം വിവേകവും വിമർശനവുമാണ്. മനുഷ്യൻ എപ്പോഴും ആശിക്കുക, അനുഷ്ഠിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ശരിയോ അഭികാമ്യമോ അല്ല. നമ്മൾ ഈശ്വരന്റെ മുൻപിൽ ചെന്ന് പലതും അഭിലഷിക്കുന്നു. ആവശ്യമാണോ? നമ്മൾ അഭിലഷിക്കുമ്പോൾ ഈശ്വരനെ അജ്ഞനാക്കല്ലേ ചെയ്യുന്നത്. അദ്ദേഹം സർവജ്ഞനാണ്. സർവജ്ഞനായ ഒരു ഈശ്വരന്റെ മുൻപിൽ ചെന്ന് എന്തിനു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥിക്കാതെ ഇരിക്കുക വേണ്ടത്. എന്നാൽ ആരെങ്കിലും പ്രാർത്ഥിക്കാതെ ഇരിക്കുകയോ? ഈശ്വരന്റെ മുൻപിൽ ചെന്ന് എല്ലാവരും പ്രാർത്ഥിക്കും. അവരെ ഉയർത്തിക്കൊണ്ടുവരണം. നിങ്ങൾ പോകരുത്, പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ ആരും സ്വീകരിക്കില്ല. ഇപ്പൊ യാഗം മുടക്കി വേണ്ട എന്ന് പറഞ്ഞാൽ അച്ഛന് സമ്മതാവില്ല. അപ്പൊ എന്തായാലും നടത്താൻ ഉദ്ദേശിച്ചത് നടത്തിച്ചോട്ടെ, പക്ഷെ അതിലൊരു പ്രകാരഭേദം വരുത്തുക എന്നുള്ളതാണ് കൃഷ്ണന്റെ ഉദ്ദേശം. അപ്പൊ ഭാഗവതം വളർത്താൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഇങ്ങനെയുള്ള കാമ്യകർമ്മങ്ങളൊന്നുമല്ല. ഭാഗവതത്തിന്റെ മൊഴി വളരെ ശരിയാ. അത് ഭക്തി, അത് വളരാനുള്ള ജ്ഞാനം, അതിന് ഉപോദ്ബലകമായിട്ടുള്ളത് വൈരാഗ്യം. ഈ 3 കൂട്ടം സമ്പത്താണ് ശ്രീമദ് ഭാഗവതം അടിമുടി അധ്യായം തോറും വളർത്തുന്നത്. അത് വളർത്താൻ വേണ്ടി എന്തൊക്കെ പറയണമോ അതൊക്കെ അവരിവിടെ പറയും. അപ്രസക്തമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വെച്ചോളൂ, ഇത് നവയോഗി സംവാദത്തിലുള്ളതാണ്. ആ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും ഇവിടെ വ്യത്യാസമുണ്ടോ എന്ന് ആലോചിച്ചോളൂ. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായമൃണീചരാജൻ സർവാത്മന യശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായമൃണീചരാജൻ. എന്താ അവിടെ പറയുന്നത്? ദേവ, ഋഷി, ഭൂത, ആപ്ത നൃണാം പിതൃണാം. 5 മഹായജ്ഞങ്ങളാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ദേവന്മാർക്കുള്ളത്, മഹർഷിമാർക്കുള്ളത്, ഭൂതങ്ങൾക്കുള്ളത്, പിതൃക്കൾക്കുള്ളത്, മഹാജനങ്ങൾക്കുള്ളത്. ഇങ്ങനെയുള്ളതെല്ലാം ന കിങ്കരോ നായമൃണീചരാജൻ.
ഈ 5 പേർക്കും കടപ്പെട്ടവനല്ല എൻ്റെ ഭക്തൻ. കിങ്കരൻ, അവരുടെ ഭൃത്യനുമല്ല, അവരുടെ ദാസനുമല്ല. ആര്? സർവാത്മന യശരണം ശരണ്യം ഗതോ മുകുന്ദം. സർവാത്മഭാവത്തോടുകൂടി ആരാണോ മുകുന്ദനെ ശരണം പ്രാപിക്കുന്നത്, എങ്ങനെ? പരിഹൃത്യ കർത്തം. ഒരു വിധത്തിലും അഹങ്കാരമോ മമതയോ ഇല്ലാതെ. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാവരുത്, മമതയുണ്ടാവരുത്. നിങ്ങൾ അച്ഛനാകാം, അമ്മയാകാം, ഭാര്യയാവാം, ഭർത്താവാകാം. ഞാനൊരു എഴുത്തെഴുതി ഇന്ന് എഡിറ്റ് ചെയ്തിരിക്കുക, കമ്പ്യൂട്ടറിലിട്ടത്. ഡിക്റ്റേറ്റ് ചെയ്ത എഴുത്ത് എഡിറ്റ് ചെയ്യായിരുന്നു. എന്താ അത്? ബോംബെയിൽ നിന്ന് ഒരാൾ എഴുതിയിരിക്കുക. വളരെ നല്ലൊരു എഴുത്താണ്. ആ എഴുത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിന്, ഞാനൊരു ഭക്തയാണ്, ഈശ്വരനെ എല്ലാ കാര്യത്തിലും ആശ്രയിക്കുന്നു. പക്ഷേ എനിക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് പോരാ, ബുദ്ധിക്കൊരു സ്വല്പം മന്ദതയുണ്ട്. ആ കുട്ടിയെ എപ്പോഴാണ് എനിക്കൊരു ആശ്രമത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക? സ്വാമിജിയെ ആശ്രമത്തിൽ സേവനം ചെയ്യാൻ അവന് സാധിക്കണമെന്നേ എനിക്കുള്ളൂ. ഞാൻ ആരെയും കുറ്റം പറയണില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? അവന് പഠിപ്പുണ്ടാവണ്ടേ, എല്ലാ കുട്ടികളെ പോലെ ആവണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കടം ഞാൻ എഴുതുകയാണ്. കുട്ടിയുടെ എഴുത്ത് വായിച്ചാൽ അതിൽ എന്തുമാത്രം അനുഭാവം തോന്നും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്താ ചെയ്യുക? ഈ കുട്ടികളുടെ ജനനത്തിൽ വാസ്തവത്തിൽ നമ്മൾ ഒരൊറ്റ ആൾ പങ്കെടുക്കുന്നില്ല. ഗർഭാധാനം ഒരളവ് വരെ ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീക്ക് പകർന്നു പോകണമെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞാൽ ആ അണ്ഡം വളരുന്നതിൽ അമ്മയ്ക്കോ അച്ഛനോ ആർക്കും ഒരു പങ്കില്ല. നമ്മുടെ കണ്ണും മൂക്കുമൊക്കെ ആരാ ഷെയ്പ്പ് ചെയ്യുന്നത്? പാവം പ്രകൃതി നല്ല കുട്ടികളെ രചിക്കാനാണ് നോക്കുന്നത്. എങ്ങാനും ചിലത് തകരാറിൽ വരും. അപ്പോൾ പ്രകൃതിയെപ്പോലും ഒരു ജനനിയാണല്ലോ അമ്മ, പ്രകൃതി. ആ പ്രകൃതി ജനനിയുടെ മുൻപിൽ അവരെ ഉത്സാഹപ്പെടുത്തി നമ്മൾ കൂടുക വേണ്ടത്. നല്ല കുട്ടികളെ ജനിപ്പിക്കാനാണ് പ്രകൃതിയുടെ പുറപ്പാട്. അതിലെന്തെങ്കിലും നമ്മൾ പാകപ്പഴവ് വരുത്തിയോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ചിലത് കാരണങ്ങളും കിട്ടും. അപ്പോൾ ഇതിൽ അഹങ്കാരം, മമത, ഇത് രണ്ടും പോട്ടെ. എത്രയോ കുട്ടികളെ പോലെ എനിക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ ഞാൻ വളർത്തുന്നു, ഞാനാണ് അമ്മ എന്നുള്ളത് ശരി. പക്ഷേ ലോകത്തിലുള്ള എല്ലാ കുട്ടികളെയും ഷെയ്പ്പ് ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത് ഒരൊറ്റ അമ്മയാണ്, പ്രകൃതി അമ്മ. ആ അമ്മയുടെ മുൻപിൽ അടിയറ വയ്ക്കുന്നത് മാത്രമേ നമുക്ക് സമാധാനമുണ്ടാകൂ. ഈ കുട്ടി ജനിച്ചത് വാസ്തവമല്ലേ? ഒരു വസ്തുതയല്ലേ? അതെ. ആ കുട്ടി നമ്മളെക്കാൾ ചെറുപ്പമാണ്. മിക്കവാറും നമ്മൾ പോകുമ്പോൾ ഈ ലോകത്തിലുണ്ടാവും. അപ്പോൾ ആ കുട്ടിയെ മറന്ന് ജീവിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അപ്പോൾ ദുഃഖത്തിന് എന്താണ് പരിഹാരം? ഞാൻ ചിലപ്പോൾ ഉള്ളുകൊണ്ട് കരയുകയാണ്. താപത്രയോന്മൂലനം. ഈ ജഗത്ത്, ഈ ലോകം ആർക്കും താപത്രയം ജനിപ്പിക്കുന്നതാണ്. ആ താപത്രയത്തെ ഉന്മൂലനം ചെയ്യണം എന്നുണ്ടെങ്കിൽ വേദ്യം വാസ്തവം അത്ര വസ്തുശിവദം. ഭാഗവതം 2-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. വാസ്തവം എന്തോ അത് ഞാനിവിടെ പ്രതിപാദിക്കുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. പരിഹൃത്യ കർത്തം. നമ്മുടെ മനസ്സിൽ ഒരു വിധത്തിലും ഒന്നിനെക്കുറിച്ചും അഹങ്കാരം വേണ്ട, മമത വേണ്ട. ഞാൻ അമ്മ, ഞാൻ അച്ഛൻ, ഈ കുട്ടി എനിക്ക് ജനിച്ചു, എൻ്റെ കുട്ടി. എൻ്റെ കുട്ടി അല്ല, അല്ല, ലോകത്തിൻ്റെ കുട്ടി, പ്രകൃതിയുടെ കുട്ടി, ഈശ്വരൻ്റെ കുട്ടി. അത് എൻ്റെ കുട്ടി മാത്രമല്ല, ലോകത്തിലുള്ള കുട്ടികൾ മുഴുവനും. അത് നന്നായാൽ നന്നായി, നന്നായില്ലെങ്കിൽ അങ്ങനെ. അതിൽ എനിക്കൊരു പങ്കുമില്ല. ഞാൻ അകർത്താവാണ്. എൻ്റെ പ്രേക്ഷകരെ, ഈ ഒരു ഭാവം വന്നല്ലാതെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. പരിഹൃത്യ കർത്തം. ആ അഹങ്കാരവും മമതയും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോട്ടെ. എന്നിട്ട് സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം. ആ മുകുന്ദൻ്റെ പാദങ്ങളിൽ സർവാത്മനാ ശരണം പ്രാപിക്കുക. അങ്ങനെ പ്രാപിച്ചിട്ടുള്ള ഒരുവൻ ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായമൃണീചരാജൻ. ആ ഭക്തനുണ്ടല്ലോ, അയാൾ ഒരാളുടെയും ദാസനല്ല, അടിമയല്ല, ആർക്കും ഒന്നും കൊടുക്കാനോ കടബാധ്യതയുള്ളവനോ അല്ല. അല്ല. എത്ര വിശേഷപ്പെട്ട പ്രസ്താവനയായത്!